അപ്പൊ ജീവിതത്തിന്റെ സങ്കല്പങ്ങൾ അധികം പറ്റാകാൻ പാടില്ല. അയൽവാസിയുടെ വീട് 2 നിലയാകുമ്പോ ഭാര്യ വിടുന്ന് പറയും, നിങ്ങളും പോയിട്ട് ഗൾഫിൽ പോയിട്ട് 12 കൊല്ലമായില്ലേ, ഇതുവരെ ഇപ്പോഴും കുടില്ലാണ്, എങ്ങനെങ്കിലും ഒരു കല്ലിടണം. കെട്ടിയവൻ തലേണ മന്ത്രവും കേട്ട് പിറ്റേന്ന് രാവിലെ പ്രമാണത്തിന്റെ കെട്ടെടുത്ത് ബാങ്കിൽ പോയി ഉള്ള കഴുത്ത് പണയം വെച്ചു. മോളെ, ഭർത്താവിന്റെ വരുമാനത്തിനപ്പുറം സമ്മർദ്ദം ചൊലുത്തിക്കൂടാ. നീ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയണം. വിഷമസന്ധികളെ യുക്തിപരമായി അതിജീവിക്കണം. ലളിതമായി ജീവിക്കാൻ പഠിക്കണേ മോളെ. ഇല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താവിനെ കൊണ്ട് കടം വാങ്ങിപ്പിച്ചിട്ട് നീ സന്തോഷിക്കരുത്. നീ എന്ത് വേണം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളത് കൊണ്ട് സമാധാനിക്കണം, റാഹത്തായി ജീവിക്കാൻ പഠിക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഇതാ ആ മക്കളൊക്കെ വാങ്ങുമ്പോ നിങ്ങൾ വന്ന് നിർബന്ധം ചൊലുത്തിയാൽ നമ്മൾ വിഷമിച്ചു പോകും. നമ്മുടെ ഉപ്പാക്ക് അത്ര വരുമാനമില്ല മോനെ, നിങ്ങളൊക്കെ പഠിച്ച് വലുതായി റാഹത്താവുമ്പോ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യും. അങ്ങനെ മക്കളെ ഉപദേശിക്കണം, മക്കളെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ മത്സരിക്കാൻ നിന്നിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളും കടം വാങ്ങുന്നത്. എത്രയോ പ്രവാസികൾ ഇവിടെ വന്ന് വീടും വെച്ച് കല്യാണമൊക്കെ നടത്തി കയറി. ടെൻഷനോടെ ടെൻഷനാണ്, പ്രയാസത്തോടെ പ്രയാസമാണ്. ഇതുപോലെ എന്തിനാണ് മോനെ നീ നിന്യനായി ജീവിക്കുന്നത്? കടം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അറിയുമോ, ഒരാൾ കടം വാങ്ങിയിട്ട് മരണപ്പെട്ടു പോയാൽ റബ്ബ് ഏറ്റെടുക്കുന്ന വിധത്തിൽ ന്യായമുള്ള കടങ്ങൾ ഏതാണ്? കണ്ടില്ലേ? حدثنا جعفر بن عون حدثنا الإفريقي عن عمران بن عبد الله عن عبد الله بن عمرو قال قال رسول الله صلى الله عليه وسلم ثلاثة من تدين فيها ثم مات. ഒരാൾ കടം മൂന്ന് ആളുകൾ അവർ കടം വാങ്ങിയിട്ട് വീട്ടിയില്ല, അങ്ങനെ പോയാൽ അല്ലാഹു അവരെ തൊട്ട് കടം വീട്ടും. അങ്ങനെയുള്ള 3 ആളുകൾ അവരാരാണ്? റജുലുൻ യകൂനു ഫീ സബീലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീനീ സേവനത്തിന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിന് പുറപ്പെട്ട ആളാ. അയാളുടെ ശക്തി കുറഞ്ഞു പോയി, എന്നിട്ട് അതാ ശത്രുവിന്റെ മേൽ അതിജയിക്കാൻ കടം വാങ്ങേണ്ടി വന്നു. ഫയമൂതു ഫലം യഖ്ദി, അവൻ കടം വാങ്ങിയിട്ട് വീടാൻ കഴിയാതെ മരിച്ചുപോയാൽ അവന്റെ കടം അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. വറജുലുൻ മാത ഇൻദഹു മുസ്ലിമുൻ ഫലം യജിദ് മാ യുകഫിനുഹു, ഒരാളുടെ അടുക്കൽ വെച്ച് മറ്റൊരു മുസ്ലിം മരിച്ചു, കഫം പുടവയ്ക്ക് ഗതിയില്ല, പൊതിഞ്ഞടക്കാനുള്ള ഒരു വഴിയുമില്ല, കടം വാങ്ങുകയല്ലാതെ. അങ്ങനെ വാങ്ങിയിട്ട് വീടിയില്ല, മരിച്ചുപോയാൽ വറജുലുൻ ഖാഫ അലാ നഫ്സിഹിൽ ഫിത്ന, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, അതാ ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വ്യഭിചാരിയായി പോകും, ഇപ്പൊ വിവാഹം ചെയ്ത് ഹലാലായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ തെമ്മാടിയായി പോകും. ഫതഅഫഫ ബിനികാഹി ഇംറഅത്തിൻ ബിദൈൻ, അങ്ങനെ കടം വാങ്ങിയിട്ട് കല്യാണം കഴിച്ചു. ഫമാത വലം യഖ്ദി, അവൻ കടം വീട്ടാതെ മരിച്ചുപോയാൽ ഫഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ദി അൻഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരുടെ കടം വീട്ടി കൊടുക്കുന്നതാണ്. കാരണം അവർ കുടുങ്ങിയപ്പോൾ വാങ്ങിയവരാണ്, ഗത്യന്തരമില്ലാത്തപ്പോൾ വാങ്ങിയവരാണ്. ചില ആളുകൾ കണ്ടില്ലേ, ഇന്ന് പാവപ്പെട്ടവരുടെ കല്യാണത്തിൽ പിരിവ് നടത്തി കെട്ടിക്കാറുണ്ട്. അവിടെ ചെന്നാലും കാണാം വീഡിയോ, അവിടെ ചെന്നാലും കാണാം തോന്നിവാസം, അവിടെ ചെന്നാലും കാണാം ധൂർത്ത്. അങ്ങനെ അടിച്ചു പൊളിച്ച് കളയുന്നില്ലേ? ഗൾഫുകാരൻ അവന്റെ പത്രാസ് കാണിക്കാൻ കടം വാങ്ങിയിട്ട് വിലസുന്നില്ലേ? അവന്റെ ഉള്ളു അറിയുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, യദുല്ലാഹു ബിസ്വാഹിബിദ്ദൈനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കടക്കാരനെ അല്ലാഹു വിളിച്ചു നിർത്തും. ഹത്താ യുഖഫു ബൈന യദൈ, അല്ലാഹു ഹാജരാക്കിയിട്ട് ചോദിക്കും, യബ്ന ആദമ ഫീമാ ഖൽത ഹാദ ദൈൻ,
എടാ നീ എന്തിനാണ് നീ കടം വാങ്ങിയത്? ജനങ്ങളുടെ ബാധ്യത എന്തേ നീ നഷ്ടപ്പെടുത്തിയത്? അപ്പോൾ പറയും, പടച്ചവനെ, ഇന്നക തഅലമു അന്നി അഖൽതു ഫലം ആകുൽ വലം അശ്റബ് വലം അൽബസ് വലം ഉളയ്യ വലാകിൻ തഅലാ യദയ്യ ഇമ്മാ ഹറഖുൻ. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ ഞാൻ കടം വാങ്ങിയിട്ട് കുടിച്ചു നടന്നതല്ല, തിന്നു നടന്നതല്ല, ഒടുത്തു നടന്നതല്ല. ഒരു വിപത്ത് വന്നു പോയിട്ട് ഞാൻ കുടുങ്ങിപ്പോയതാണ്. ഒരു വിപത്ത് വന്നു പോയിട്ട് കുടുങ്ങിപ്പോയതാണ്. കടയങ്ങ് കത്തിപ്പോയി, അല്ലെങ്കിൽ മോഷ്ടാവ് കയറിയിട്ട് എന്റെ സാധനം എല്ലാം അടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ദുരന്തം വന്നുപോയി. അങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഈ പ്രയാസം അങ്ങ് കേട്ടാൽ ഫയഖൂലുല്ലാഹു അസ്സ വജല്ല സദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യം തന്നെ. അനാ അഹഖു മൻ ഖളാ അൻകൽ യൗം, ഇന്ന് നിനക്ക് വീട്ടി തരേണ്ടത് ഞാൻ തന്നെ. അപ്പൊ അല്ലാഹു തആല അവിടുന്ന് കൽപ്പിക്കുന്ന പ്രകാരം ഒരു സാധനം കൊണ്ടുവന്നവന്റെ മീസാനിലേക്ക് അങ്ങ് വെക്കുന്നു. ഫതർജഉ ഹസനാതുഹു അലാ സയ്യിആതിഹി, അവന്റെ തെറ്റിനേക്കാൾ അവന്റെ നന്മ മികയ്ക്കുകയും ഫയദ്ഖുലുൽ ജന്നത ബിഫളി റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ നമ്മൾ വാങ്ങുന്ന മിക്ക കടങ്ങളും ന്യായമായ കടമല്ല, നീതിയുള്ള കടമല്ല. ഒരു TV വാങ്ങാൻ കടം വാങ്ങിയതാണ്. ഇപ്പോ ഉള്ള മൊബൈലിന് കോള് പോരാ, എനിക്കൊരു ഡ്യുവൽ സിം ഉള്ള മൊബൈൽ വേണം, അതിന് കടം വാങ്ങിയതാണ്. അപ്പോൾ ട്രിപ്പിൾ സിം ഉള്ള മൊബൈൽ വരുന്നു, അതിനു വേണ്ടി വാങ്ങിയതാണ്. ഏതോ ഒരു കമന്റ് അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പണിന് സംഖ്യയില്ല, അപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ എന്റെ പെങ്ങളെ, ഇല്ലാത്തതിനും പൊല്ലാത്തതിനുമൊക്കെ, അനാവശ്യങ്ങൾക്കും ആവശ്യമില്ലാത്തതിനുമൊക്കെ കടം വാങ്ങിയിട്ട് നീ കടക്കാരിയായാൽ, നീ കടം വാങ്ങിയവനായാൽ, ആ കടത്തോടെ മരിച്ചുപോയാൽ വല്ലാത്ത ശിക്ഷയല്ലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കടത്തോടെ മരിക്കുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മിൻ ഗലബത്തി ദൈൻ, കടം മികച്ചു പോയാൽ പിന്നെ അനങ്ങാൻ പറ്റൂല. വാങ്ങി വാങ്ങി കൊടുക്കാൻ ആർക്കും കഴിയാതെ പോയാൽ വളരെ പ്രയാസപ്പെട്ടു പോയി. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിയാരെ, കടം വാങ്ങി വാങ്ങി കുടുങ്ങി ഇറങ്ങാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്നും വയ്യാണ്ടായാൽ പിന്നെ ആത്മഹത്യ ചെയ്തുകൂടെ? പാടില്ല. അല്ലാഹു അനുവദിച്ചിട്ടില്ല. നിനക്ക് ലാസ്റ്റ് വരാൻ പോണ എന്താ? ഈ കടക്കാരെല്ലാം കൂടെ പിടിച്ച് നിന്നെ കൊണ്ട് ജയിലിലാക്കും. അവിടെ കിടന്നു. ഗവൺമെന്റ് നോക്കിയപ്പോ ഇവന് കെട്ടിയെടുക്കാനൊന്നുമില്ല. എന്നാൽ ഗവൺമെന്റ് നിന്നെ പാപ്പരായി പ്രഖ്യാപിച്ചു. എന്നാലും നീ ആത്മഹത്യ ചെയ്തിട്ട് നരകം വാങ്ങണ്ട. അതല്ലെങ്കിൽ നിന്നെ കടം കൊടുക്കാൻ തരാനുള്ള ആളുകളെല്ലാം കൂടി നിന്നെ കൊന്നുകളഞ്ഞു. എന്നാലും നീ ആത്മഹത്യ ചെയ്ത കുറ്റമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത്തരം സാഹചര്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. അങ്ങനെ കുടുങ്ങിപ്പോയാൽ പോലും മരണം ചിന്തിക്കേണ്ടതില്ല. സ്വന്തം ശരീരം നീ കൊന്നുകളയാൻ ചിന്തിച്ചുകൂടാ. കാരണം എന്തേ? അല്ലാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്നവർക്ക് റബ്ബ് വലിയ സഹായം നൽകുന്നുണ്ട്. നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമില്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ? ഇമാം മുസ്ലിം ഉദ്ധരിച്ചില്ലേ? ബനൂ ഇസ്രായേലിലെ ഒരാൾ, അയാൾക്ക് കച്ചവടത്തിന് പോകുമ്പോ കുറച്ച് പൈസ വേണം, 1000 ദീനാർ വേണം. സഅല ബഅദ ബനീ ഇസ്രായീല, അതാ ഇസ്രായേലിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, 1000 ദീനാർ തരുമോ? അയാള് പറഞ്ഞു, ഇഗ്തിനീ ബിശ്ശുഹദാ. അപ്പോൾ പറഞ്ഞു, സാക്ഷികളെ കൊണ്ടുവന്നാൽ തരാം. ഇയാള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ,
അല്ലാഹു തന്നെയാണ് സാക്ഷി. ഫഅ്തിനി ബിൽ കഫീൽ, കഫീലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കഫാ ബില്ലാഹി കഫീല, അല്ലാഹു തന്നെ മതി കഫീലായി. അപ്പോൾ ഈ കടം ചോദിച്ച ആള് പറഞ്ഞു, ഞാൻ എനിക്ക് തന്നതിനും സാക്ഷിയും എല്ലാമായിട്ട് അല്ലാഹു മതി. മറ്റേയാൾ അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളാണ്. അയാൾ പറഞ്ഞു എന്നായിക്കോട്ടെ. ഫദഫഅഹാ ഇലൈഹി ഇലാ അജലിൻ മുസമ്മ, നിശ്ചിത കാലത്തേക്ക് അയാൾക്ക് കടം കൊടുത്തു. ഫഖറജ ഫിൽ ബഹരി ഫഖളാ ഹാജതഹു, അയാൾ കടൽ കടന്നുപോയി, അയാളുടെ ആവശ്യം നിർവഹിച്ചു. തിരിച്ചു വരാൻ നോക്കുമ്പോ അവിടെ കടലിന്റെ അടുക്കൽ വരുമ്പോൾ കപ്പൽ കിട്ടുന്നില്ല, വാഹനം കിട്ടുന്നില്ല. ഇയാളുടെ മനസ്സ് വേവാൻ തുടങ്ങി. പടച്ചവനെ, അവധി നിശ്ചയിച്ച് വാങ്ങിയ കടമാണ്, സമയമായി, ഇനി കൊടുത്തില്ലെങ്കിൽ അയാളുടെ അടുക്കൽ ഞാൻ കുറ്റക്കാരനായി പോകും. അതിലെല്ലാം ഉപരി അല്ലാഹുവിനെയാണല്ലോ ഞാൻ സാക്ഷി നിർത്തിയത്. പടച്ചവനെ കഫീലായി വാങ്ങിയതാണ്. അയാളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഉടനെ ഒരു മരക്കഷ്ണം എടുത്തിട്ട് അതിന് പൊത്തുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ 1000 ദീനാർ അങ്ങ് വെച്ചു. ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ. എന്നിട്ട് ഈ കടം വാങ്ങിയ ആളുടെ പേരിൽ ഒരു കത്തും അങ്ങ് എഴുതി വെച്ചു. എന്നിട്ടത് ആ കടലിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ കുന്തു തസല്ലഫ്തു ഫുലാനൻ അൽഫ ദീനാർ ഫസഅലനീ കഫീലൻ ഫഖുൽതു കഫാ ബില്ലാഹി കഫീലാ. അല്ലാഹുവേ, നിന്നെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പൈസ വാങ്ങി. തെളിവ് ചോദിച്ചപ്പോ നിന്നെയാണ് പറഞ്ഞത്. അയാൾ തൃപ്തിപ്പെട്ടു. വസഅലനീ ഷഹീദൻ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദാ. അയാള് സാക്ഷിയെ ചോദിച്ചപ്പോ ഞാൻ നിന്നെ സാക്ഷിയാക്കി. അയാൾ തൃപ്തിപ്പെട്ടു. ഞാൻ പരമാവധി ശ്രമിച്ചു ഒരു വാഹനം കിട്ടിയാൽ കൊടുക്കാൻ. പക്ഷേ വാഹനം കിട്ടുന്നില്ല. 1000 ദീനാർ നിന്നെ ഏൽപ്പിക്കുകയാണ്. അല്ലാ, നീ അങ്ങ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ കടം കൊടുത്തയാൾ കടലോരത്തേക്ക് വാഹനം തേടി വരുമ്പോ കടം തരാനുള്ള ആള് വരുന്നോ എന്ന് അന്വേഷിച്ചു വരുമ്പോ ഒരു മരക്കഷ്ണം കിട്ടി. അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെട്ടിക്കീറി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ദീനാറുകളും കത്തുമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. കൊടുക്കാനുള്ള ആള് ഇതങ്ങെത്തിയോ ഇല്ലേ എന്നറിയില്ലല്ലോ. അയാള് നേരെ വാഹനം കയറി നൽകാനുള്ള ആളുടെ അടുക്കലെത്തി. വിവരം അന്വേഷിച്ചപ്പോഴറിയുകയാണ്, എനിക്കത് കിട്ടിയിട്ടുണ്ടേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുങ്ങിയ സമയത്ത് അനിവാര്യമായ കടം വാങ്ങിയാൽ അത് കൊടുക്കണമെന്ന നിയ്യത്തോടെ വാങ്ങിയാൽ അല്ലാഹു അവനെ സഹായിക്കും. അല്ലാതെ ആരെങ്കിലും ഒക്കെ പറ്റിച്ചു കുറെ കാലം ജീവിക്കാൻ ചിന്തിച്ച് അവസാനം ജീവിത നൈരാശ്യം കൊണ്ട് ജീവൻ കെടുത്തണ്ട. എന്റെ ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ പറഞ്ഞു നിശ്ചയിച്ച കുറ്റമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ശിക്ഷ നിശ്ചയിച്ച് പറഞ്ഞ കുറ്റമാണ് ആത്മഹത്യ. ആത്മഹത്യ വലിയ കുറ്റമാണ്. ഖൈബർ യുദ്ധത്തിൽ ഒരാൾ വലിയ പോരാളിയായിട്ട് ഇങ്ങനെ ഓടുക. ഒരാളിങ്ങനെ വെട്ടി നിരത്തി പോണ്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാള് വലിയ പോരാളിയാണ്, ഇന്ന് സ്വർഗത്തിൽ പോണ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൻ നാർ. നബി തങ്ങൾ പറഞ്ഞു, അയാള് നരകാവകാശിയാണ്. സ്വഹാബത്തിനത് 100% വിശ്വാസമാണെങ്കിലും കാരണം അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവരദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങ് കൂടി. അപ്പോൾ അവർക്ക് അവസാനമായി ബോധ്യപ്പെട്ടതെന്താണ്? മാരകമായ ഒരു മുറിവ് പറ്റിയപ്പോ ഇയാൾക്ക് സഹിക്കാൻ കഴിയാതെ സ്വന്തം ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് സ്വന്തമായി തന്നെ അമ്പെയ്തങ്ങ് ചത്തുപോയി, മരിച്ചുപോയി.
സ്വഹാബത്ത് പറയുകയാണ് സദഖത യാ റസൂലല്ലാഹ്. കണ്ടില്ലേ, വലിയ യോദ്ധാവാണ്. ഇസ്ലാമിന് വേണ്ടി പടക്കളത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായ ആളാണ്. ചില 1-2 സ്ത്രീകളുടെ വാർത്ത ഇപ്പൊ അടുത്ത് കേൾക്കാൻ കഴിഞ്ഞു, സുബഹി നിസ്കരിച്ചിട്ടങ്ങ് ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്ന്. എന്തൊരു കഷ്ടമാണ്. എനിക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു വാർത്തയാണ്, ഒരു പള്ളിയിലെ ഉസ്താദിനോട് ഒരു പെണ്ണ് വനിതാ ക്ലാസ്സിൽ എഴുതി ചോദിച്ചു, ആത്മഹത്യ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു? മസ്അല പറഞ്ഞു കൊടുത്തു. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് ഗണ്ഡിതമായി പറഞ്ഞ കാര്യമല്ല ആത്മഹത്യ. നരകത്തിൽ പോകുമെന്നും ശിക്ഷയുണ്ടെന്നും ഹദീസിലുള്ളതാണ്. ഉള്ള മതമല്ലേ പറയാൻ കഴിയൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നൊന്നും കിതാബിൽ തെളിവില്ല. ഈ പെണ്ണ് അതേ മനസ്സിൽ വെച്ചു, നേരെ അങ്ങ് പോയി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഇതുപോലെ എന്തെല്ലാം ദുരന്ത വാർത്തകളാണ് കേൾക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, ഒരാള് വിഷം കുടിച്ചുകൊണ്ട് മരിച്ചാൽ നരകത്തിൽ ആ വിഷം കുടിച്ചുകൊണ്ട് തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരാള് മലയുടെ മേലെ നിന്ന് ഉരുണ്ട് വീണിട്ട് മരിച്ചാൽ അത് പഴയ കാലത്തെ രീതികളാണ്, ഇന്നത്തെ പുതിയ സമ്പ്രദായം ഇല്ലാത്ത കാലമാണ്. അതേ രീതിയിൽ തന്നെ റബ്ബ് നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. ഒരാള് കയറി തൂങ്ങിയിട്ട് മരിച്ചാൽ അതേ ശിക്ഷ തന്നെ ആവർത്തിച്ച് നരകത്തിൽ കിട്ടുന്നതാണ്. ഒരാള് നരമ്പ് മുറിച്ചിട്ട് മരിച്ചാലോ അതേ ശിക്ഷ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നരകത്തിൽ കിടക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇത്രയേറെ പറഞ്ഞത് സമീപകാലത്തെ 2-3 വാർത്തകൾ വല്ലാതെ വേദനിച്ചു പോയി. ഈ സമുദായത്തിന്റെ മക്കളുടെ കൽബിൽ പടച്ചവന്റെ വിധിയെക്കുറിച്ച് ചിന്തയില്ല. ഇടക്കാലത്ത് കണ്ടില്ലേ പ്രവാസികളുടെ ആത്മഹത്യ, ഒരാള് കണ്ടില്ലേ മദീനത്ത് ആത്മഹത്യ ചെയ്തു. എന്തൊരു ദുരന്തമാണ്. ഒരു മലയാളി മദീനത്ത് നിന്ന് ആത്മഹത്യ ചെയ്തു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ എന്തെല്ലാം തോന്നിവാസി. നമ്മുടെ ഉള്ളിൽ വേണ്ടത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള ഈമാൻ ഖൽബിൽ ഉറക്കണം. അതോടൊപ്പം ദുനിയാവിനോടുള്ള പ്രണയത്തെക്കാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കങ്ങ് വളരണം. ആ ഇഷ്കിലായി വളർന്നു വന്നാൽ ഉമ്മമാരെ, നമുക്ക് ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താം. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെട്ടിട്ട് ജീവിക്കണം, അതിലായി മരിക്കണം. ഹബീബിലേക്ക് നന്നായി മനസ്സുള്ള ആളുകളായി ജീവിക്കണം. മുൻഗാമികൾ മുഴുവനും പഠിപ്പിച്ചില്ലേ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്, അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത ആലി ബൈത്തി റസൂലില്ലാഹ്, അല്ലിമൂ ഔലാദക്കും ഖിറാഅത്തൽ ഖുർആൻ. നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ക് പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. അങ്ങനെ നല്ല മക്കളായി അവര് വളർന്നു വരണം. ആ റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ച് ഒരല്പസമയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ മഹാന്മാരും രക്ഷപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ടാണ്. ഇമാമിങ്ങളെല്ലാം ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന സദ്രി വസുറതി തിസ്ഉ അംറാദിൻ മഖൂഫാ ലവിൻ ഫറദ മിൻഹാ കാന ഖാതിലാ. എന്റെ പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ 9 രോഗങ്ങളുണ്ട്. ഓരോ രോഗങ്ങളും മരണകാരണമാകാൻ പറ്റുന്ന രോഗമാണ്. ആ രോഗം വെച്ചുകൊണ്ടല്ലേ ശാഫിഈ ഇമാം തങ്ങൾ ഇബാദത്ത് ചെയ്തത്, ശാഫിഈ ഇമാം തങ്ങൾ മദ്ഹബിനെ തദ്വീൻ ചെയ്തത്, ശാഫിഈ ഇമാം തങ്ങൾ ദർസ് നടത്തിയത്, ശാഫിഈ ഇമാം തങ്ങൾ ദീനിന്റെ പ്രബോധനം നടത്തിയത്. ഇതുപോലെ എല്ലാ ഇമാമിങ്ങളും വളരെ പ്രയാസം അനുഭവിച്ചു. ജയിലിൽ കിടന്നില്ലേ മാലിക് ഇമാം തങ്ങൾ?
ചാട്ടവാറുകൊണ്ട് അടികൊണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ? ഇമാം ബുഖാരി തങ്ങളും പീഡനങ്ങൾ അനുഭവിച്ചില്ലേ? സുയൂത്തി ഇമാം തങ്ങൾ ജയിലിൽ കിടന്നില്ലേ? ഇബ്നുൽ അസീർ കിണറ്റിൽ ഇരുന്ന് കിതാബ് എഴുതേണ്ടി വന്നില്ലേ? അങ്ങനെ എല്ലാ മഹാന്മാരും പ്രയാസങ്ങൾ അനുഭവിച്ചു. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നിട്ട് അവസാനം അബൂ താലിബ് എന്ന മുത്താപ്പാന്റെ താഴ്വരയിൽ നിന്ന് പച്ചില കഴിച്ചിട്ട് ആടിന്റെ കാഷ്ടം പോലെയാണ് അവരെന്ന് ബാത്റൂമിൽ പോയാൽ അതുപോലെ കഷ്ടത അനുഭവിച്ചില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ ചെന്നപ്പോൾ അവിടുന്ന് എറിയുകയും വിഷമിപ്പിക്കുകയും അവസാനം കുടിക്കാൻ കൊണ്ടുവന്ന ഒരു കോപ്പ വെള്ളം പോലും എതിരാളികൾ തട്ടിയെറിഞ്ഞില്ലേ? ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ദീന് വന്നത്. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരെ ഞാൻ പ്രത്യേകം ഉപദേശിക്കുകയാണ്. ജീവിത സങ്കല്പങ്ങൾ മോളെ നന്നാകണം. നിനക്ക് പ്രായമാകുമ്പോൾ നല്ലൊരു ഭർത്താവിനെ കൊണ്ട് വാപ്പയും ഉമ്മയും വിവാഹം ചെയ്തയക്കും. നീ അതിനു മുമ്പേതോ ഒരുത്തന്റെ മേനിമിടിപ്പിലും നാടിമിടിപ്പിലും ഫോൺ കോളിലും കണ്ണിന്റെ ചരിവിലും കാതിന്റെ കേൾവിയിലും നീ വിട്ടുപോകരുത്. നീ നിന്റെ ആഖിറം പണയം വെക്കരുത് മോളെ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ പോകരുത്. നിനക്ക് നല്ലൊരു ജീവിതം റബ്ബ് നൽകും. നീ അതിന് നല്ല ഒതുക്കവും അതുപോലെ തന്നെ ചിട്ടയും അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിലേക്ക് തഖ്വയുള്ളവളാകണേ മോളെ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, മനസ്സമാധാനത്തിന് വേണ്ടി കള്ളുകോപ്പയിലേക്ക് പോകരുത്. അന്യ പെണ്ണിനെ വിളിച്ച് വർത്തമാനം പറഞ്ഞ് സമയം കളയരുത്. അതുവഴി തെറ്റിലേക്ക് നീ ചേർന്നു പോകരുത്. അരുതായ്മകളുടെ വക്കിൽ നീ പോയി നിന്നു കൊടുക്കരുത്. പിന്നീടത് വലിയ അപകടത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകും. നിനക്ക് മനസ്സമാധാനം തരാൻ ഹബീബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിയണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിയണം. റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ചിട്ട് അതിലങ്ങ് ലയിക്കണം. ഒറ്റക്കിരിക്കുമ്പോൾ ഹബീബ് വരണം. റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് കൊണ്ട് ഖൽബങ്ങ് നിറയണം. അവസാനം മദീനയിലേക്ക് ചെന്ന് ലോക നേതാവിന്റെ സന്നിധാനത്തിൽ ഒന്ന് നിൽക്കണം. അവിടുത്തെ തിരുമുറ്റത്ത് നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അത് കേട്ടിട്ടൊന്ന് മരിക്കണം. കിടക്കുന്നതൊന്ന് ബഖീഇലാകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല ചിന്തയോടെ ജീവിച്ച് ഹബീബിലേക്ക് നല്ല ഖൽബങ്ങ് ലയിച്ചിട്ടും മഹബ്ബത്ത് വെക്കണം. റസൂലുള്ളാഹിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബിലേക്ക് ലയിക്കണം. അവസാനം ഹബീബ് ഖബറിൽ കാത്തുനിന്ന് സ്വീകരിക്കുന്ന ജനാസയാകണം മോളെ. അതാ ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. ഒരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന നേരത്ത് ആ അന്യപുരുഷൻ അറ്റാക്കായി അങ്ങ് മരിച്ചുപോയി. എന്തൊരു ദുരന്തമല്ലേ മോളെ വന്നുപോയത്. കണ്ടില്ലേ, ഒരാൾ വ്യഭിചാരവുമായി ഏർപ്പെട്ടാൽ ആ സമയത്ത് ഈമാൻ അയാളിൽ നിന്നങ്ങ് മാറി നിൽക്കില്ലേ? ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഈമാൻ അയാളുടെ കൂടെയില്ല. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെച്ച് ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവർ അവർ വരുന്നത് വരെ ക്ഷമിച്ച് സഹിച്ച് പടച്ചവനെ ഓർത്തുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് നിൽക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ പുരുഷന്മാരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? നമുക്ക് ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാം. ഹബീബിനെ തവസ്സുലാക്കിയിട്ടൊന്ന് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? കടം വന്നുപോയ ആളുകൾ, അതാ ഹബീബായ നബി തങ്ങൾ കടം വന്നുപോയ ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ?
ഏതെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചു, അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് കടം വീടാനില്ല. എന്നാൽ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നോ. ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ, ഫഅന മൗലാ, ഞാൻ അയാളുടെ കടം വീടുന്നതാണ്. അഥവാ പൊതു ഖജനാവിൽ യുദ്ധാനന്തര സ്വത്തും മറ്റും എത്തിയപ്പോൾ അതിൽ നിന്ന് വാങ്ങിയിട്ട് കടം വീടുന്നതാണ്. അവിടെ പ്രയോഗിച്ച പദമേതാണ്? അന മൗലാ, അന മൗലാ. നമ്മൾ അതുകൊണ്ടാണ് ചൊല്ലിയത്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈമാനുള്ള ചെറുപ്പക്കാരാ, കള്ള് ചിന്തിക്കരുത്, കോപ്പ തുടരുത്. അന്യ പെണ്ണിനോട് നീ അവിഹിതമായി സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യരുത്. സിനിമ കണ്ട് നിന്റെ ജീവിതം കളയരുത്. റസൂലുള്ളാഹിനെ കാണാൻ കൊതിയില്ലേ മോനെ? രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബൊന്ന് വരണ്ടേ മോനെ? വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിങ്ങൾ ഹബീബിനെ മനസ്സിൽ കണ്ട് പലതവണ ചൊല്ലണം. ഹബീബിനെ മനസ്സിൽ കാണാൻ നമുക്ക് എങ്ങനെ കഴിയാനാണ്? നമ്മൾ സാധുക്കളാണല്ലോ. പച്ചക്കുബ്ബ നമുക്കറിയില്ലേ? ഹബീബ് കിടക്കുന്ന വീടിന്റെ മേലെയല്ലേ? അപ്പൊ ആ വീടൊന്ന് മനസ്സിൽ കരുതണം. തിങ്കളാഴ്ച രാവോ വെള്ളിയാഴ്ച രാവോ ഒറ്റയ്ക്കൊരൽപ്പസമയം വീട്ടിലെ റൂമിലോ അല്ലെങ്കിൽ പള്ളിയിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെവിടെയായാലും ഒറ്റയ്ക്കൊന്നിരിക്കണം. ഹബീബിന്റെ പച്ചക്കുബ്ബയൊന്ന് കൽബിൽ കൊണ്ടുവരണം. എന്നിട്ട് വിളിക്കണം, അസ്സലാമു അലൈക അയ്യുഹൻ നബി. കൽബിന് വലിയൊരു റാഹത്ത് കിട്ടും. കുറെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഹബീബിനോട് അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കി നോക്കേ. ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങിപ്പോകും. അത് നമ്മൾ മരിച്ച ഉടനെ ഉള്ള വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ മരിച്ച ദിവസമാണ്. അന്ന് ഹബീബ് നോക്കും, എനിക്ക് സലാമയച്ച ആളെവിടെ? അതാ മരിച്ചു കിടക്കുന്നു. ജനങ്ങൾ വന്ന് നോക്കുന്ന മയ്യിത്താണ്. വല്ല പ്രയാസവുമുണ്ടോ? എനിക്ക് എല്ലാ ആഴ്ചയും സലാമയച്ച ആൾക്ക് വല്ല പ്രയാസവുമുണ്ടോ എന്ന് നബി തങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് ശഫാഅത്ത് ചെയ്യും കേട്ടോ. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. നബി തങ്ങൾ സലാം മടക്കും. അത് ഹദീസിലുണ്ട്, നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഹബീബ് കേൾക്കുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച രാവും ഹബീബിലേക്കൊരു കണക്ഷൻ. എന്തു രസമാണ് ചെറുപ്പക്കാരാ! വലിയ മോഡേൺ പാൻസ് നീ ഇട്ടിട്ടുണ്ട്, മോഡേൺ ഡ്രസ് നീ ധരിച്ചിട്ടുണ്ട്, മോഡേൺ ഹെയർ സ്റ്റൈൽ നീ വെച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കൊരു ഗമയുണ്ട്. ഞാൻ തരക്കേടില്ലാത്ത ആളാണ്. പഴയ തലയെ കെട്ടി കെട്ടിയ മൊയ്ലിയാര്, പഴയ തുണി ഉടുത്ത് നടക്കുന്ന മൊയ്ലിയാര്, പഴയ ജുബ്ബയിട്ട മൊയ്ലിയാര്, അയാൾക്ക് നേരം വെളുത്തിട്ടില്ല, അയാൾക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. മോനെ, നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവൻ ലോകത്തില്ല. കാരണം എന്താണ്? നിന്റെ പാൻസിന്റെ മോഡൽ നാളെ നരകത്തിൽ പോണ ഒരു സിനിമാ നടന്റെ പേരാണ്. നിന്റെ ഷർട്ടിന്റെ മോഡലോ അതും നരകത്തിലെ ഒരു വിറക് കൊള്ളിയുടെ പേരാണ്. ഞങ്ങളിട്ട വേഷമോ അഥവാ മാന്യമായ വസ്ത്രമോ അത് സ്വർഗത്തിന്റെ നേതാവിന് ഇഷ്ടപ്പെട്ട മോഡലാണ്. നീയോ ബുദ്ധിമാൻ, ഞങ്ങളോ ബുദ്ധിമാന്മാർ. യാഥാർത്ഥ്യം ചിന്തിക്കുന്നവരല്ലേ ബുദ്ധിമാന്മാർ, ശരി മനസ്സിലാക്കുന്നവരല്ലേ ബുദ്ധിമാന്മാർ, റിയാലിറ്റി മനസ്സിലാകുന്നവരല്ലേ ബുദ്ധിമാന്മാർ. റിയാലിറ്റി ഷോയുടെ പിന്നിൽ തല പണയം വെക്കുന്ന ഭ്രാന്തന്മാരാണോ? അതുകൊണ്ട് മോനെ, നീ ബുദ്ധിമാനാകണം, നീ തഖ്വയുള്ളവനാകണം, അല്ലാഹുവിനെ അറിയുന്നവനാകണം.
ഉള്ളവനാകണം, ഹബീബിലേക്ക് അങ്ങ് ലയിക്കണം. നിങ്ങളെ ഞാൻ നീട്ടി നിർത്തി വിഷമിപ്പിക്കുന്നില്ല. കണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാണ്? നാലാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. ആ മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അയൽവാസി ഒരു തെറ്റു ചെയ്യുന്ന ആളാണ്. അയാൾക്ക് സലാം പറയാറില്ല. കാരണം ഇസ്ലാമിന്റെ ഒരു അച്ചടക്ക സമീപന രീതിയാണ്. കള്ളു കുടിക്കുന്നവൻ മതത്തിന്റെ നിയമത്തെ ലംഘിച്ചവനാണ്. പിന്നെന്തിനായി മതത്തിന്റെ അഭിവാദ്യം? അവന് തെറ്റു ചെയ്ത പോലീസുകാരന് ഡിസ്മിസ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡീഗ്രഡേഷൻ ഉണ്ട്, പല കാര്യങ്ങളും ഇല്ലേ. ഇസ്ലാം സമ്പൂർണമായ മതമാണ്. അപ്പൊ തെമ്മാടിയോടും നല്ലവനോടും സലാം പറഞ്ഞിങ്ങനെ നടന്നാ പിന്നെ എന്ത് പ്രോട്ടോകോൾ ആണ്? അപ്പോൾ കള്ളു കുടിക്കുന്നവൻ, താരിഖുസ്സലാത്ത്, വ്യഭിചാരി, തോന്നിവാസി, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, അവനോടൊന്നും സലാം പറയേണ്ടതില്ല. അവൻ തെമ്മാടിയാണ്. ആരും അങ്ങനെ വിളിച്ച് നാട്ടി മുസീബത്തൊന്നും ഉണ്ടാക്കരുത്. സത്യത്തിൽ അവൻ തെറ്റുകാരനാണ്. അബദ്ധത്തിൽ പെട്ടുപോയവനാണെങ്കിൽ തൗബ ചെയ്തു വരട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പാപം പുറത്തു തരട്ടെ. അങ്ങനെ തെമ്മാടിത്തരം ചെയ്യുന്നവനാണെങ്കിൽ, തെറ്റു ചെയ്യുന്നവനാണെങ്കിൽ ഇസ്ലാമിന്റെ അച്ചടക്ക സമീപനമുണ്ട്. ചുരുക്കട്ടെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അയൽവാസി കുറ്റം ചെയ്യുന്ന ആളാണ്. ഹംബലി ഇമാം തങ്ങൾ സലാം പറയുന്നില്ല. ഒരു ദിവസം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഇയാൾ സലാം പറയാൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സലാം മടക്കിയില്ല. അപ്പോൾ ഇദ്ദേഹം പറയാണ്, യാ അബാ അബ്ദില്ലാ, ഓ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഞാൻ തെറ്റുകാരനായതുകൊണ്ടല്ലേ നിങ്ങൾ സലാം അടക്കാത്തത്? എന്നാൽ ഞാൻ തെറ്റിൽ നിന്നും മുഴുവനും ഒഴിവായി. ബിറുഇയാ റഅയ്തുഹാ, ഒരു സ്വപ്നം കണ്ട ശേഷം, ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. ഏത് സ്വപ്നമാ മോനെ കണ്ടത്? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി, ഉറക്കിൽ ഞാൻ നബി തങ്ങളെ കണ്ടു. കന്നഹു അലാ ഉൽമിൻ മിനൽ അർദി, നബി തങ്ങൾ ഒരു ഉയർന്ന ഭൂമിയുടെ മേലെയാണ്. വനാസുൻ കസീറുൻ അസ്ഫല ജുലൂസ്, അതാ കുറേ ജനങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട്. ഫയഖൂമു റജുലുൻ മിൻഹും ഇലൈഹി, ഓരോരുത്തർ എഴുന്നേറ്റ് നബി തങ്ങളുടെ അടുക്കൽ പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ എല്ലാവരും പറയുന്നുണ്ട്. ഹത്താ ലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, എല്ലാവരും പോയി നബി തങ്ങളെ കണ്ട് ദുആ ചെയ്യിച്ചു. ഞാൻ മാത്രം പോയില്ല. ഫാറത്തു അൻ നഖൂമ ഫതഹയ്യതു മിൻ ഖബീഹി മാ കുന്തു അലൈഹി, എനിക്ക് പോകണമെന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നോക്കി. അപ്പ എന്റെ മനസ്സിലൊരു നാണം. ഞാൻ തെമ്മാടിത്തരം ചെയ്ത ആളല്ലേ, ഞാൻ എങ്ങനെ പോകാനാണ്? ഞാൻ തെറ്റു ചെയ്ത ആളല്ലേ, ഞാൻ എങ്ങനെ പോകാനാണ്? അങ്ങനെ ഞാൻ മടിച്ചവിടെ ഇരുന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ ലിമ ലാ തഖൂമു ഇലയ്യ, എന്തേ മോനെ എഴുന്നേറ്റ് വരാത്തത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഖ്തഉനിൽ ഹയാഉ ലിഖബീഹി മാ അന അലൈഹി, ഞാൻ തെറ്റുകാരനായ നാണത്താൽ എനിക്ക് വരാൻ തോന്നുന്നില്ല നബിയേ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ കൽബിൽ അങ്ങനെ നല്ലൊരു ചിന്തയുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് വന്നോ. ഫഖുംതു ഫദഅലി, ഞാൻ ചെന്നപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു തന്നു. ഫന്തബഹതു, ഞാൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു തന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നീ തെറ്റു ചെയ്തിട്ട് കുറ്റബോധമുള്ളവനാണ്. അതോടൊപ്പം നിനക്കൊരു ഗ്യാരണ്ടി, നിനക്കൊരു മേന്മയുണ്ട്, നീ സ്വഹാബത്തിനെ കുറ്റം പറയാത്ത ആളാണ്. വഫാത്തായ നബി തങ്ങളെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പണി മോശമായി പോയെന്ന് നീ ചിന്തിക്കുന്നില്ല. 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായി വ്യവസ്ഥാപിതമായി തങ്ങൾ ചെയ്ത പണി തെറ്റാണെന്ന് നീ ചിന്തിക്കുന്നില്ല. ജുമഅക്ക് 2 വാങ്ക് നടപ്പിലാക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്ത പണി ശരിയായില്ലെന്ന് നീ ചിന്തിക്കുന്നില്ല. അഹ്ലുൽ ബൈത്തിന്റെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ആദരിച്ചുകൂടാ എന്ന് നീ ചിന്തിക്കുന്നില്ല. നീ ഒരു സ്വഹാബിയെ ചീത്ത പറയാത്ത ആളാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ ഇതാ ദുആ ചെയ്യുന്നു. ഫഖുംതു ഫദഅലി, ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പോയി എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. ഫന്തബഹതു, ഞാൻ അങ്ങ് ഉണർന്നു. ഫഖദ ബഗദ അല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, അതുവരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റും എനിക്ക് ദേഷ്യമുള്ളതായി മാറി, വെറുപ്പുള്ളതായി മാറി.
ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, യാ ജഅഫർ, ഓ ജഅഫറേ, യാ ഫുലാൻ, ഇതുവരെ കാര്യം പറഞ്ഞ മനുഷ്യ, ഹദ്ദിസൂ ബിഹാദാ വഹ്ഫദൂ ഫഇന്നഹു യൻഫഅ, അതൊന്ന് നല്ലതുപോലെ കേട്ട് ഓർമ്മിച്ചു വെച്ചേ മോനെ, ഉപകാരമുള്ള സംഭവമാണ്. കണ്ടോ മഹാന്മാരായ ഇമാമിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് നന്നായി ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലി അടുക്കണം. ഒരുപാട് തവണ റസൂലുള്ളാഹിനെ മനാമിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഒരുപാട് തവണ കാണിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, ജ്യേഷ്ഠന്മാര്, സഹോദരിമാര് അതാ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബിനെ കണ്ട സന്തോഷം ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങളെയും അവരെയും നീ മഖബൂലീങ്ങളിൽ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ പെടുത്തി തരണേ അല്ലാ.